ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരമായിരുന്നു നടി ജയസുധ. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ തുടങ്ങി തെന്നിന്ത്യൻ സിനിമകളിലും അതിനൊപ്പം ബോളിവുഡിലും സജീവ സാന്നിധ്യമായിരുന്നു നടി. ഇപ്പോഴും അഭിനയത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജയസുധ. നായികയായി നിറഞ്ഞു നിന്ന കാലത്ത് ആ തലമുറയിലെ സൂപ്പർ നായകന്മാർക്കൊപ്പം അഭിനയിച്ചിട്ടുള്ള ജയസുധ ഒരു സ്വാഭാവിക അഭിനേത്രിയായി ഇപ്പോഴും തിളങ്ങി നിൽക്കുകയാണ്. ഒരിക്കൽ നായികയായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ സെലക്റ്റീവായിട്ടാണ് നടി സിനിമകൾ ചെയ്യുന്നത്. സ്റ്റാർ ഹീറോകളുടെ അമ്മയായും അമ്മായിമ്മയായിട്ടുമൊക്കെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്തു വരികയാണ്. മാത്രമല്ല, ഈയിടെയായി തുടർച്ചയായി നിരവധി അഭിമുഖങ്ങളിലൂടെ തൻ്റെ വിശേഷങ്ങളും നടി പങ്കുവയ്ക്കാറുണ്ട്. അത്തരത്തിൽ ചില യൂട്യൂബ് ചാനലുകളുമായി സംസാരിച്ചപ്പോഴുള്ള നടിയുടെ വാക്കുകളാണ് വൈറലാവുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ജീവിതത്തിലുണ്ടായ അധികമാർക്കും അറിയാത്തതുമായ ചില കഥകളാണ് നടി പങ്കുവച്ചിരിക്കുന്നത്. ഇതിനകം 2 തവണ വിവാഹിതയായ നടിയുടെ രണ്ടാമത്തെ ഭർത്താവ് നിതിൻ കപൂർ ആത്മഹത്യ ചെയ്തതായിട്ടാണ് വിവരം. അടുത്തിടെ ജയസുധ മറ്റൊരാളുമായി അടുപ്പത്തിലാണെന്നും വീണ്ടും വിവാഹിതയാവാൻ പോവുകയാണെന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുകയാണെന്നാണ് നടി പറയുന്നത്. തൻ്റെ ജീവിതം അടുത്ത് കാണണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പുസ്തകം തയ്യാറാക്കുന്നത്. അതേസമയം ഒരു അഭിമുഖത്തിലൂടെ തൻ്റെ വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ജയസുധ വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ. നായികയായ ആദ്യ നാളുകളിൽ ഏതെങ്കിലും നടനോട് പ്രണയം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു ജയസുധ. എനിക്കും തുടക്കത്തിൽ ഒരു പ്രണയമുണ്ടായിരുന്നു. തെലുങ്കിലെ നടന്മാരോടാണ് ആദ്യം ചെറിയ ഇഷ്ടമുണ്ടായിരുന്നത്. എങ്കിലും അത് അധികം നാൾ നീണ്ടു നിന്നില്ല. ക്രിക്കറ്റ് താരങ്ങളോട് എന്നും വലിയ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഇമ്രാൻ ഖാനോട് കൂടുതൽ സ്നേഹം തോന്നുന്നത്. അദ്ദേഹത്തെ വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചു. അദ്ദേഹത്തെ ഒരുപാട് നാൾ സ്വപ്നം കണ്ടെങ്കിലും ആ ഇഷ്ടം പക്ഷേ കല്യാണം വരെ പോകാൻ പറ്റിയില്ലെന്നാണ് നടി പറയുന്നത്. ഇതുകൂടാതെ ഹിന്ദിയിലുള്ള നടന്മാരോടും ക്രഷ് തോന്നിയിട്ടുണ്ട്. അത്തരത്തിലൊരു നടനോട് ഇഷ്ടം തോന്നുകയും അദ്ദേഹം നല്ലവനായിരിക്കണമെന്നും ആഗ്രഹിച്ചു. ഇതിനിടയിലാണ് താൻ ഞെട്ടുന്നൊരു സംഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നടന്മാരെ പോലെ ഗായകന്മാരോടും തനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗായകനുമായി ഇഷ്ടത്തിലായി. ഇമ്രാൻ ഖാനെ പോലെ അയാളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു സ്വവർഗാനുരാഗിയാണെന്ന് അറിഞ്ഞു. ഇതോടെ താൻ ഞെട്ടിപ്പോയി. അതോടെ ആ ബന്ധം അവസാനിച്ചുവെന്നും നടി വെളിപ്പെടുത്തുന്നു.